നമ്മൾ കാണാൻ പോണത് ഒരു എഗ്ലെസ് കേക്കിന്റെ റെസിപ്പിയാണ്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കേക്കുകൾക്കും പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു എഗ്ലെസ് ബേസ് ആണ്. എഗ്ലെസ് ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചോക്ലേറ്റ് കേക്കിനാണെങ്കിലും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനാണെങ്കിലും ആ ബേസ് എടുത്തിട്ട് ബാക്കിയെല്ലാം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ റെഡ് ബി കേക്ക് ആണെങ്കിലും റെഡ് വെൽവെറ്റ് കേക്ക് ആണെങ്കിലും ഒക്കെ ഈ ഒരു ബേസ് എടുത്തിട്ട് ചെയ്തിരുന്നാൽ മതി. ഒരുപാട് പേര് ഇത് എഗ്ലെസ് കേക്ക് ചെയ്യുമെന്ന് എല്ലാ കേക്കുകളുടെയും താഴെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇപ്പൊ ക്രീം ഒന്നും ചെയ്യാതെ ഈ കേക്ക് മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് റെസിപ്പി കാണാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോഴും വളരെ കുറച്ചു പേർക്ക് മാത്രമേ ചാനൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടാത്തവർ ഇടയ്ക്കൊന്ന് യൂട്യൂബിൽ ചിക്കു സ്റ്റൈൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. എന്നിട്ട് ചാനൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറാൻ സാധിക്കും. അവിടെ വീഡിയോസ് ക്ലിക്ക് ചെയ്താൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും കാണാൻ സാധിക്കും. ഒന്നും മിസ് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1.25 കപ്പ് മൈദ എടുക്കാം. അപ്പൊ മൈദ കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മുട്ട ചേർക്കുന്നില്ലല്ലോ, അപ്പം സൈസ് ഉണ്ടാവില്ല. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി നമുക്കൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. അപ്പം മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം നന്നായിട്ട് മിക്സ് ആവും. ബേക്കിങ്ങിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കു സ്റ്റൈൻ ബേക്കിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അത് കാണാത്തവർ കേക്കൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് മിൽക്ക് പൗഡറാണ് എടുക്കുന്നത്. ഏത് മിൽക്ക് പൗഡർ ആയാലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് 1 കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം പെട്ടെന്ന് അലിയാത്ത മിൽക്ക് പൗഡർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ചൂട് പാൽ ആദ്യം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 50 ഗ്രാം ഒക്കെ ഉണ്ടാവേ. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ബട്ടർ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മൾ കുറേ സമയമൊക്കെ എടുത്ത് പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് സ്മെല്ല് വരും ബട്ടറിന്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കരുത് കേട്ടോ. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള ബട്ടർ എടുക്കുക. ഫ്രഷ് ആയിട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തെന്ന് വേണമെന്നില്ല. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണേലും ഒരുപാട് ദിവസം പഴക്കമുള്ളതൊന്നും എടുക്കാതിരിക്കുക. അപ്പം അത് ബട്ടറിന് ചെറിയ ഒരു സ്മെല്ല് വരും. അത് ആ കേക്കിനും എന്തായാലും വരും കേട്ടോ. അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള ബട്ടർ എടുക്കുക. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ പിന്നെ ഇളക്കാൻ എളുപ്പത്തിന് ആദ്യം കുറച്ചിട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടുത്തും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പാലും പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്തില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. അത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ബട്ടറിന്റെ ആ ഒരു പിരിഞ്ഞ പോലെയൊക്കെ മുകളിൽ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മൾ മിക്സ് ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്കും ശരിയായിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതൊഴിച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് കുത്തി ഇളക്കണ്ട. പിന്നെ ഈ സ്പാച്ചുല ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്പാച്ചുല ഇല്ലെങ്കിൽ എന്ത് ചെയ്യും. ഇപ്പൊ നമ്മൾ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലൊക്കെ ഉപയോഗിക്കുന്ന മരത്തിന്റെ ഒരു ചട്ടുകയില്ലേ, അതെടുത്തിട്ട് ഇളക്കിയാലും മതി. ഒരേ സൈഡിലേക്ക് അങ്ങ് ഇളക്കിയാലും മതി. അപ്പോൾ പൊടികളൊക്കെ കട്ടകളില്ലാതെ തന്നെ എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ അതെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബേക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. അതും ചേർത്തിട്ട് ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് എല്ലായിടത്തും ഒന്ന് മിക്സ് ആവണം കേട്ടോ. അപ്പോൾ ഓവൻ സെറ്റപ്പ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 8.5 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ ആണ് കേട്ടോ എടുത്ത്. 8 ഇഞ്ചിൻ്റെ ആയാലും മതി. അതിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണേ. അതേപോലെ നമ്മുടെ ഓവൻ സെറ്റപ്പ് പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5-10 മിനിറ്റ് ഒക്കെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്താൽ മതി. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ പ്രീ ഹീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ ഒരു അലൂമിനിയം പാത്രത്തിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഞാൻ ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ട്രേ വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ച് ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം.
ഇതിപ്പം ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല കേക്കിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കറക്റ്റായിട്ടായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് നടുഭാഗമൊന്നും പൊങ്ങിപ്പോയിട്ടൊന്നുമില്ല. നമുക്കൊന്നൊരു സ്ക്വയർ വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പം ആയിട്ടുണ്ട് കേട്ടോ. ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ഒരുവിധം ഒന്ന് തണുത്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ വെച്ച് ഫുള്ള് തണുക്കാനായിട്ട് വെക്കണ്ട. ഒരുവിധം ഒന്ന് തണുക്കുമ്പോൾ നമ്മളിതെടുത്തൊന്ന് ഡിമോൾഡ് ചെയ്തെടുത്ത് മാറ്റി വെക്കണേ. നമ്മൾ ഈ ട്രേയിൽ തന്നെ വെക്കുമ്പോൾ അതിൻ്റെ ചൂടും കൂടെ കൊണ്ട് കുറച്ചൊന്ന് കേക്ക് ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്. നമുക്കിനി ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. ഇപ്പം നല്ല ഹൈറ്റൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ള കേക്കല്ലേ. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ കേക്ക്. ഇതിപ്പം കണ്ടാലൊന്നും പറയില്ല മുട്ടയില്ലാതെ ഉണ്ടാക്കിയതാണ്. കണ്ട അതിൻ്റെ ആ ഒരു സൈഡൊക്കെ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ മിൽക്ക് പൗഡർ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആവും കേട്ടോ. ചെറിയൊരു ബ്രൗണിഷ് കളർ സൈഡിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം. ഇതിപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് മുറിക്കാം. കണ്ട കത്തി വെക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് മുറിഞ്ഞു പോകുന്നുണ്ട്. നമുക്കെടുക്കാം. ഇതാ കണ്ട നല്ല നല്ല ഹൈറ്റൊക്കെ വെച്ചിട്ടുള്ള കേക്കാണ്. നല്ല ഭംഗിയിലെ കാണാൻ. ഈ കേക്ക് കണ്ടാൽ പറയൊന്നുമില്ല മുട്ടയില്ലാതെ ഞാൻ ഉണ്ടാക്കിയെന്ന്. ടേസ്റ്റും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ കണ്ടോ നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ. അതപ്പോൾ ഒന്ന് മുറിച്ച് കാണിക്കാവേ. അതൊക്കെ കണ്ട ഉള്ളിലൊക്കെ നോക്കിക്കുക. നല്ല ഹോൾസൊക്കെ വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്കാട്ടോ. എഗ്ലെസ് കേക്ക് എല്ലാ കേക്കുകൾക്കും പറ്റിയിട്ടുള്ള നല്ലൊരു ബേസാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പം മുട്ട കഴിക്കുന്നവർക്ക് ഉണ്ടാക്കി നോക്കാം. പിന്നെ എന്തെങ്കിലും വ്രതമോ നോമ്പോ ഒക്കെയുള്ള സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാട്ടിത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ ക്രീമൊന്നും ചെയ്യണമെന്നില്ല. ക്രീമൊന്നും ചെയ്യാതെ ഈ കേക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനും ടേസ്റ്റിയാണ്. ക്രീം ചെയ്യുമ്പോൾ നമ്മളിപ്പം റെഡ് ബി കേക്ക് ആണെങ്കിലും റെഡ് വെൽവെറ്റ് ആണെങ്കിലും അതൊക്കെ നമുക്ക് ഈ ഒരു ബേസ് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. അപ്പം അതുകൊണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എല്ലാ കേക്കിനും താഴെയോ എനിക്ക് ഈ കേക്ക് ഉണ്ടാക്കണമായിരുന്നു, പക്ഷേ എഗ്ലെസ് ചേച്ചി ഉണ്ടാക്കി കാണിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു കേക്കിൻ്റെ ബേസ് ഇങ്ങനെ ഉണ്ടാക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഒരു ബേസ് എടുത്തിട്ട് ബാക്കിയെല്ലാം ആ കേക്കിൽ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എഗ്ലെസ് റെഡ് ബി കേക്ക് ആയാലും റെഡ് വെൽവെറ്റ് ആയാലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം 3 ലെയറായിട്ട് കട്ട് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. പിന്നെ ഒരുപാട് പേര് പല കേക്കുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനതെല്ലാം എഴുതി വെച്ച് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കും. പെട്ടെന്ന് എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് സമയം തരണം കേട്ടോ. പലരും ഡേറ്റ് ഒക്കെ വെച്ച് ഇന്ന ഡേറ്റിൽ ബർത്ത്ഡേ ആണ്, ഈ ഒരു ഡേറ്റിന് ഉണ്ടാക്കി തരുമെന്ന് ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ കേൾക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നും. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കുമല്ലോ എൻ്റെ ആരോഗ്യ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കുറച്ച് സമയം തരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.